നമ്മുടെ കർമ്മം ഭഗവാൻ ഡിസൈൻ ചെയ്ത് ഇതിനു വേണ്ടിയിട്ടാണ് ദേശീയതായിട്ട് കണക്ട് ചെയ്യുന്നത്. മോദിജിയാണ് മുരുകൻ ഭഗവാന്റെ ഏറ്റവും വലിയൊരു, അതായത് നമ്മുടെ രാജ്യത്തെ നയിക്കാനുള്ള ഒരു പടയാളിയായിട്ട് നിയോഗിക്കപ്പെട്ടതെന്ന് രേത്തേട്ടന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ, അദ്ദേഹം എടുക്കുന്ന അടയാളങ്ങളിലൂടെ, അത് നമ്മൾ ചെയ്യുന്നത് ഓരോ ഡ്യൂട്ടി ആയിട്ട് കണക്ട് ആണ്. അപ്പൊ സുപ്രീം കമാൻഡറായ മുരുകഭഗവാനെ പ്രാർത്ഥിക്കുന്ന നമ്മൾ ഇതല്ലാണ്ട് വേറെ എന്ത് ചെയ്യണം? നമ്മുടെ രാഷ്ട്രത്തിന്റെ പടയാളികളെ ആദരിക്കണം. നമസ്തേ. ഒരുപാട് നാളുകൾക്ക് ശേഷം അഴിച്ചു വച്ചിരിക്കുന്ന ഒരു കുപ്പായം ഞാൻ എടുത്ത് അണിയുകയാണ്. ഒരു അവതാരകയുടെ വേഷത്തിലേക്കാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് എൻ്റെ കൂടെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട രജതേട്ടനാണ്. രജതേട്ടനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലയൺ മയൂര റോയൽ കിങ്ഡം എന്ന മുരുക ഡിവോട്ടീസിൻ്റെ ഒരു ഓർഗനൈസേഷനാണ്. ഞാനും അതിൻ്റെ ഒരു മെമ്പറാണ്. അപ്പോൾ രജതേട്ടനെ പുണ്യത്തിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം രജതേട്ട. എനിക്ക് എപ്പോഴും അറിയാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അഗ്നിഹോമത്തിന് പോയിരുന്നല്ലോ. അഗ്നിഹോമം കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുകയാണ്, അഗ്നിഹോമം ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ പരേഡായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മോദിജി ചുവന്ന തലപ്പാവണിഞ്ഞ് വരുന്നു. ആ തലപ്പാവിൽ മയിലിനെ തുന്നി പിടിപ്പിച്ചതായിട്ട് നമ്മൾ കണ്ടു അല്ലേ. അതിനുശേഷം നമ്മൾ പ്രസിഡൻറ്റിനെ കാണുന്നു. പ്രസിഡൻറ്റിൻ്റെ സാരി നിറച്ച് മയിലിനെയാണ് തുന്നി പിടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ രണ്ടാൾക്കാരും, നമ്മൾ ഹോമം തുടങ്ങുമ്പോൾ നമ്മൾക്ക് ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും നമുക്ക് മുന്നിലുണ്ടായിരുന്നില്ല. അപ്പം ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള എന്താ പറയുക കാര്യങ്ങൾ, നയതന്ത്രം കുറച്ചുകൂടി സ്ട്രോങ് ആക്കണം എന്നത് തന്നെയായിരുന്നു നമ്മളുടെ ഒരു സങ്കല്പം. അപ്പോൾ ആ ഒരു ദിവസം തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കണ്ടപ്പോൾ രജതേട്ടന് ശരിക്കും എന്താണ് തോന്നിയത്? ആദ്യത്തെ അല്ല, ഒരുപാട് ഇങ്ങനെ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന, പക്ഷെ ആ അനുഭവം ഉണ്ടാവണവരെ നമുക്ക് അറിയില്ല. പെട്ടെന്നാണ് ഭഗവാൻ ഓരോ അനുഭവങ്ങൾ തരാം. ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്ന കാരണം ഇത് അനുഭവിച്ചു വന്നതാണ്. അല്ലെ ഏറ്റവും അവസാനം ഏറ്റവും ഒടുവിലത്തെ അതാണ്. കാരണം നമ്മളോട് പറയുന്നു, ഭഗവാൻ സാധിച്ച് 4 യാഗങ്ങൾ നടത്താൻ പറയുന്നു. രാജ്യത്തിന്റെ അകത്തും പുറത്തുള്ള ശത്രുക്കളെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് May 1 ഇനി വരുന്ന May 1 അഗ്നിയാഗത്തോടു കൂടി അത് പൂർണ്ണമാവും. അപ്പോൾ രാജ്യത്തെ 4 നഗരങ്ങളിൽ, പ്രധാനപ്പെട്ട 4 നഗരങ്ങളിൽ ചെയ്യണം. അയോധ്യയിൽ, ഉജ്ജയിനിൽ, ഡൽഹിയിൽ, പിന്നെ ഉജ്ജയിൻ, തിരുപ്പതി, ഡൽഹി. അപ്പോൾ ആദ്യം അയോധ്യയിൽ, പിന്നെ ഡിസംബർ 22-ാം തീയതി ഉജ്ജയിൻ, ഡിസംബർ 26, ജനുവരി 9 തിരുപ്പതി, ജനുവരി 26 ഡൽഹി. അപ്പോൾ നമ്മളിത് പറഞ്ഞ് നമ്മൾ ആ ദൗത്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ യൂറോപ്യൻ യൂണിയൻ ഭരണകാര്യമോ ഒന്നും തീരുമാനമായിട്ട്, മറിച്ച് അമേരിക്കയുടെ താരിഫിൻ്റെ ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ഭാരതം 8.2 എന്നുള്ള സാമ്പത്തിക ഉയർച്ചയിലെത്തി. ആ സമയത്താണ് നമ്മളിതിൽ ഇറങ്ങണത്. ഇവർ വീണ്ടും 500 താരിഫ് അടിക്കും, 500% താരിഫ് അടിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്ത് ഓരോ ദൗത്യങ്ങളും ചെയ്ത് അയോധ്യയിലെത്തണം. അവിടെ അത്രയും തണുപ്പായിരുന്നു, തണുപ്പുള്ള സമയമാണ്. അതൊക്കെ കഴിഞ്ഞു അവിടുന്ന് ഉജ്ജയിനിലെത്തണം, പിന്നെ തിരുപ്പതിയിലെത്തണം, പിന്നെ ഡൽഹിയിൽ 4ാമത്തെ ജനുവരി 26 എത്തുമ്പോൾ നമ്മൾ 4 കിലോമീറ്ററിന് അപ്പുറം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ നടത്തുന്ന സമയത്ത് നമ്മൾ കാണുന്നത് മോദിജി മയിലിന്റെ തലപ്പാവും, രാഷ്ട്രപതി സാരി. ഇത് ഒരു ദിവസം കാലത്തെറ്റിട്ട് ഇന്ന ഡ്രസ് ഇടാം അങ്ങനെ ആവില്ലല്ലോ. പ്രധാനമന്ത്രി ആയാലും രാഷ്ട്രപതി ആണെങ്കിലും ഇത്രയും വലിയ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ഇന്ന ഡ്രസ്, ഇന്ന കളർ വേണം, ഇന്ന ഡ്രസ് കോഡ് വേണം, ഒക്കെ തീരുമാനിക്കണം. അവിടെ ഡിസ്കഷൻ വന്നിട്ടുണ്ട്, ഓട്ടോമാറ്റിക് അവിടെ ഡിസ്കഷൻ നടന്നിട്ടുണ്ട്, ഏത് ഡ്രസ്സ് വേണം. അവസാനം ആ ഒരു തീരുമാനം വരുന്നത് മയിലിനെ നമുക്കിത് തീമാക്കാം, രാഷ്ട്രത്തിന് തീമാക്കാം എന്ന് പറഞ്ഞിട്ട് വരുന്നത്. നമ്മുടെ ഈ യാഗം മുരുകന് 4 കിലോമീറ്റർ അപ്പുറം. അപ്പോഴാണ് യൂറോപ്പിന്റെ വരുന്നു. അവർ അന്നെ കരാർ ഒപ്പിട്ട് ഓൾ മദർ ഓഫ് ഡീൽ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സാമ്പത്തികമായി ലെവലിൽ നിൽക്കണ അതിലേക്ക് ഒപ്പൊളിക്കണം. എന്താ പറയാ, ഭഗവാൻ നമുക്ക് കളിക്കുന്ന അത്ഭുതങ്ങളുടെ തുടർച്ച, അത് മാത്രമേ പറയാനുള്ളത്. രേത്തേട്ടന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ, രേത്തേട്ടൻ നമ്മുടെ LMRK എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോഴോ, ഇല്ലെങ്കിൽ നമ്മൾ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ യാഗങ്ങളൊക്കെ ഇപ്പോഴല്ല എന്നോ തുടങ്ങിയിട്ടുള്ളതാണ്, നമ്മളിതൊക്കെ ചെയ്തു തുടങ്ങുമ്പോഴോ, അന്ന് മോദിജി എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമാണ്, അതിനും അപ്പുറത്തേക്ക്
നമുക്ക് മോദിജി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആണെന്ന് നമുക്കറിയാം. ഗുജറാത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാം നമുക്ക് മോദിജിനെ പറ്റി വളരെ നന്നായിട്ട് നമുക്കറിയാം. പക്ഷെ എന്നാലും മോദിജിയാണ് ഭഗവാന്റെ ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കാനുള്ള, ഈ ഭാരതത്തെ നയിക്കാനുള്ള പടയാളി എന്ന് അങ്ങേക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? അറിഞ്ഞോ അറിയാതെ എല്ലാം കണക്റ്റഡ് ആവുന്നത് മോദിജിയിലേക്കാണ് അല്ലേ? അതെ, അത് ശരിയാണ്. പക്ഷെ ഒരു ചെറിയൊരു തിരുത്ത് എന്ന് പറഞ്ഞാൽ മോദിജി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായപ്പോൾ നമ്മൾ ഡ്യൂട്ടിയൊന്നും ആരംഭിച്ചിട്ടില്ല. അതെ അതെ. ഞാൻ 2013 ഭഗവാൻ പറഞ്ഞ ഡയറക്ഷനിൽ ഞാൻ മുരുകയുഗം 2013 ആരംഭിക്കണമെന്ന് ഞാൻ ആദ്യം പറയുന്നത്. 2014 മോദിജി മുഖ്യമന്ത്രിയാവുന്നത്, പ്രധാനമന്ത്രിയാവുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഡ്യൂട്ടികളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ 2014 മോദിജി പ്രധാനമന്ത്രി ആയ ശേഷവും നമ്മുടെ ഡ്യൂട്ടികൾ വരുന്നത് 2018 തൊട്ടിട്ടാണ് ആദ്യത്തെ ഡ്യൂട്ടി വരുന്നത്. പക്ഷെ ഞാൻ 13 തൊട്ട് മുരുകയുഗം ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ ഡയറക്ഷനിൽ. 2020 ഫിസിക്കൽ അർത്ഥത്തില് ആരംഭിക്കുന്നത്. അപ്പൊ 14 തൊട്ട് 13 മുരുകയുഗം ആരംഭിച്ച് 2014 അദ്ദേഹം പ്രധാനമന്ത്രിയാവും. 18 നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി വരുന്നത്. 19 അദ്ദേഹം രണ്ടാമത്തെ 20 മുരുകകം ഫിസിക്കൽ അർത്ഥത്തിൽ വരുന്നത്. ആ സമയത്താണ് നമുക്ക് പുതിയ പാർലമെന്റ്. ആ സമയത്താണ് അദ്ദേഹം പുതിയ യുഗം ആരംഭിക്കുന്നതിന് മുമ്പ് മയിലിന്റെ വിളക്ക് കൊളുത്തി, കൊറോണ കാലത്ത് മയിലിന്റെ വിളക്ക് കൊളുത്തി തമിഴ് ഡ്രസ്സ് ഇട്ടിട്ട് വന്നത്. അതിന് പാർലമെന്റ് വരുന്നു. പാർലമെന്റിലുള്ള മയിലിന്റെ തീം വരുന്നു. ചെങ്കോല് പ്രതിഷ്ഠിക്കുന്നു. പുറത്തുള്ള സിംഹത്തിന്റെ രൂപം കുറച്ചുകൂടി ഗർജിക്കുന്നതാണ് അശോക സ്തംഭത്തിന്. അപ്പൊ അതൊക്കെ തുടർച്ചയായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതിന് ഓരോ ഡ്യൂട്ടി സമയത്തും നമ്മള് കഴിഞ്ഞ മെയ് 1 പഴനിയിൽ യാഗം നടത്തേണ്ട ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടി, അത് മൃഗസേനയ്ക്ക് വേണ്ടി അത് മാർച്ചിൽ ഡിക്ലെയർ ചെയ്തതാ. അപ്പൊ പകൽഗാം നടന്നിട്ടില്ല. പക്ഷെ മെയ് 1 നമ്മളത് നടത്തുമ്പോഴേക്കും പകൽഗാം നടന്ന് തലേദിവസമാണ് പ്രധാനമന്ത്രി പറയുന്നത് അടിക്കാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പോണതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ജനുവരി 26 നടന്നത്. മോദിജിയാണ് മുരുകൻ ഭഗവാന്റെ ഏറ്റവും വലിയൊരു, അതായത് നമ്മുടെ രാജ്യത്തെ നയിക്കാനുള്ള ഒരു പടയാളിയായിട്ട് നിയോഗിക്കപ്പെട്ടതെന്ന് രേത്തേട്ടന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ, അദ്ദേഹം എടുക്കുന്ന അടയാളങ്ങളിലൂടെ, അത് നമ്മൾ ചെയ്യുന്നത് ഓരോ ഡ്യൂട്ടി ആയിട്ട് കണക്ട് ആണ്. അപ്പൊ അദ്ദേഹത്തിന് ഡയറക്ഷൻ കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം അല്ലെങ്കിൽ അത് പറ്റില്ല. ഓരോ വട്ടവും അദ്ദേഹം ചെയ്യുന്നത് ആ കണക്ട് ചെയ്ത് പോകുമ്പോൾ അദ്ദേഹത്തിന് ഭഗവാന്റെ അനുഗ്രഹവും ഡയറക്ഷനും കിട്ടുന്നുണ്ട്. അതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഭഗവാന്റെ ഒരു പടയാളി തന്നെയാണ്. നമ്മളുടെ മറ്റുള്ള പിന്നെ നമ്മുടെ സ്പിരിച്വാലിറ്റിയെ പറ്റി പറയുമ്പോൾ നമ്മളെപ്പോഴും സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇന്നൊരു പൂജ ചെയ്തു, അത് ഇന്നൊരു കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പേഴ്സണൽ ആണല്ലോ. അപ്പം എല്ലന്മാർക്കെയും നമ്മുടെ സാധാരണ ഒരു പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലന്മാർക്കയോട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല, എല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളാണെങ്കിലും ഒരു പൂവെടുത്ത് അവിടെ വെക്കുന്നുണ്ടെങ്കിലും, നമ്മൾ അർച്ചന ചെയ്യുന്നുണ്ടെങ്കിലും, യാഗം ചെയ്യുന്നുണ്ടെങ്കിലും, നമ്മൾ കൈ കൂപ്പി തൊഴുന്നുണ്ടെങ്കിലും, അതിൻ്റെ അവസാനം നമ്മൾ ജയ് ഭാരത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത് അല്ലേ? അപ്പം ഈ മറ്റുള്ള മതങ്ങളെ അപേക്ഷിച്ച്, മറ്റുള്ള ഓർഗനൈസേഷൻസിനെ ഒക്കെ അപേക്ഷിച്ച് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയധികം ചെറുപ്പക്കാരെ അല്ലേ നമ്മൾ കൂട്ടി യോജിപ്പിക്കണം എന്നൊരു ഡയറക്ഷനിലേക്ക് എങ്ങനെയാണ് ശരിക്കും വരുന്നത്? ഇതില് ഒരു പ്രധാന കാര്യം നമ്മൾ ആരും കമ്പയർ ചെയ്യാൻ പാടില്ല. വേറെ മതക്കാരായാലും ശരി, വേറെ ഓർഗനൈസേഷൻ, ഓരോരുത്തരും അവരവരുടെ കർമ്മം ചെയ്തു പോകണം. അത് നല്ല കാര്യം തന്നെയാണ്. അവരുടെ കർമ്മം ചെയ്യണം. നമ്മുടെ കർമ്മം ഭഗവാൻ ഡിസൈൻ ചെയ്ത് ദേശീയതായിട്ട് കണക്ട് ചെയ്യും. ഒരാൾക്കൊരു ഭക്തി എങ്ങനെ വേണമെങ്കിൽ ആവും. ഒരാൾക്ക് അവനവന്റെ മോക്ഷത്തിന് വേണ്ടി ഭക്തി ഉണ്ടാവും, അല്ലെങ്കിൽ അവന്റെ സ്പിരിച്വൽ ലെവല് അടുത്ത ലെവലിലേക്ക് ഉയർത്താൻ അവന്റെ ഭക്തി ഉപയോഗിക്കാം. വേറൊരാൾക്ക് അസുഖങ്ങൾ ഭേദമാക്കി, അങ്ങനെയുള്ള പല കാര്യത്തിനും ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ അത് മാത്രം അവരുടെ ഭക്തി, നമ്മൾ നമ്മുടെ ഒരു രാഷ്ട്രത്തിനും കൂടി ആ ഭക്തി ഉപയോഗിക്കണം. ആ സ്പിരിച്വാലിറ്റിയുടെ എനർജി നമ്മുടെ രാജ്യത്തിനും കൂടി സമർപ്പിക്കുമ്പോഴാണ് ഭക്തി ഉന്നതിയിലെത്തുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഭഗവാൻ. അങ്ങനെയാണ് നമ്മുടെ എല്ലാമാർക്കും ഡിസൈൻ ചെയ്തത്. അപ്പൊ നമ്മൾ പറയണത് സിമ്പിൾ ആയിട്ടുള്ള പറയാം, നമ്മൾ മുരുകനെ പ്രാർത്ഥിക്കുക, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് നമ്മുടെ മുദ്രാവാക്യം. ഭക്തിയും സ്പിരിച്വാലിറ്റിയും നാഷണലിസവും ഇത് കൂടി ചേർന്നതാണ് എല്ലാമാർക്ക്. അപ്പൊ ആ ഒരു സന്ദേശം അത് വളരെ സിമ്പിളായിട്ട് പറയുന്നത് കൊണ്ട് ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണോണ്ടായിരിക്കാം കൂടുതൽ യുവാക്കളും ആൾക്കാർ നമ്മളോട് കൂടി ചേരാനും അവരതിനൊരു പ്ലാറ്റ്ഫോം അവർക്ക് തോന്നുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിനെ സേവിക്കാം, ആ രാഷ്ട്രത്തിനെ സേവിക്കാം, അങ്ങനെ ഒരു തോന്നലുള്ളത് കൊണ്ടായിരിക്കാം അവര് നമ്മളോട് കൂടുതൽ ഞാനിപ്പോൾ നമ്മുടെ കുറേ പ്രോഗ്രാംസിന് ഇപ്പം വന്നു കഴിഞ്ഞു.
അപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ രാജ്യത്തെ പട്ടാളക്കാരെ ആദരിക്കുന്നത് എനിക്ക് കണ്ണ് നിറയുന്നതും എനിക്ക് ഏറ്റവും കൂടുതൽ രോമാഞ്ചം വരുന്നതും ആ ഒരു സെഗ്മെൻറ്റ് നടക്കുന്ന ഒരു സമയത്താണ്. ഞാനിങ്ങനെ എന്താ പറയുക, അവർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ അല്ലേ. നമ്മൾ പട്ടാളക്കാരെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്, ഇത് എന്താ പറയുക പുഴു പറയുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ തള്ളുകയാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ അവരിതൊക്കെ അനുഭവിക്കുന്നത് തന്നെയാണല്ലേ. മറ്റൊരാളുടെ അനുഭവങ്ങൾ നമുക്ക് എപ്പോഴും കഥകളായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും പോരാടുന്നവർ എന്നൊരു കോൺസെപ്റ്റിൽ തന്നെയാണോ നമ്മുടെ LMRKയുടെ എല്ലാ പ്രോഗ്രാംസും നമ്മളൊരു 10 പേരെങ്കിലും നമ്മൾ ആദരിക്കും എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരെയാ? മുരുകൻ ആരാ? ദേവസേനാപതി, സുപ്രീം കമാൻഡർ. അതെ. അപ്പൊ സുപ്രീം കമാൻഡറായ മുരുകനെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ. ഇതല്ലാണ്ട് വേറെ എന്ത് ചെയ്യണം? നമ്മുടെ രാഷ്ട്രത്തിന്റെ പടയാളികളെ ആദരിക്കണം. ഇവിടെ ഈ അറ്റത്തിരുന്നുകൊണ്ട് മലയാളികൾക്ക് പട്ടാളക്കാരുടെ വീരകഥകൾക്ക് ചിലപ്പോൾ പുച്ഛം തോന്നാം. പക്ഷെ അതിനപ്പുറം അവര് ചെയ്യണ സേവനം ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അവരനുഭവിച്ച ത്യാഗങ്ങൾ വലുതാണ്. അവരാണ് നമ്മുടെ എന്താ പറയാ ബലം. അവരെ നമ്മൾ ബഹുമാനിക്കണം, അവർക്ക് അംഗീകാരങ്ങൾ കൊടുക്കണം. ആ ഒരു ചിന്ത ഒരു മുരുകഭക്തനായ ദേവസേനാപതിയായ മുരുകഭക്തനായ എനിക്ക് വന്നില്ലെങ്കിൽ പിന്നെ ആർക്കാ വരിക? അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്.